അപ്പച്ചൻ്റെ ഇതാണ്ട് ഇന്നലെ കൊണ്ടുവന്ന അച്ചപ്പം ഇതാണ് പ്രിയ. അതിങ്ങനെ പ്ലേറ്റിലോട്ട് വിളമ്പി എല്ലാവർക്കും ഭക്ഷണ ശേഷം അല്പം മധുരം എന്ന രീതിയിൽ അച്ചപ്പം കഴിക്കുന്ന കാര്യത്തിൽ ഇച്ചിരി കഴിക്കുന്ന കാര്യത്തിൽ ഇച്ചിരി മുന്നിലാണ്. അതുകൊണ്ട് എനിക്ക് കഴിക്കാം. ഇപ്പൊ പോരാ. എന്തായാലും കഴിച്ചോ. അതൊന്നും ആയില്ല. ആന വായിൽ അമ്പഴങ്ങ. ഡൈനിങ് ടേബിള്, അടുക്കള, അതിന് മുമ്പേ ഇതാണ് നല്ല നല്ല ഗ്ലാസുകൾ. എല്ലാവർക്കും faith is in face until all you are holding on to. Faith is in face until it's all you are holding on to. God bless our home. God bless our home. ഇതാണ് പിക്കപ്പ്. വേണ്ട, ഇത് ഇങ്ങനെ കഴിക്കുകയാണ്. നമ്മൾ അച്ചപ്പം കഴിച്ചു. പിക്കപ്പ് പിക്കപ്പ് വെച്ചെടുത്തോളാനാണ് പറയുന്നത്. ഞാൻ ഇടനാഴിയിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഇടനാഴിയിലൂടെ പോയി അപ്പച്ചൻ്റെ മുറിയുണ്ട് ഇവിടെ. എനിക്ക് അപ്പച്ചൻ്റെ 83. അപ്പച്ചൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാന്നൊന്ന് കൺഫേം ചെയ്തേക്കാം. അപ്പച്ചൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാ? അപ്പച്ചൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അപ്പച്ചന് ഞാൻ തിട്ടമില്ല. അപ്പച്ചൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അപ്പച്ചന് അറിയാം. പ്രായം വേണ്ടി ഇച്ചിരി ഓർമ്മിപ്പിച്ചെടുക്കണം. അപ്പച്ചൻ ചിന്തിക്കുന്നതിലേക്ക് ഒരു ഷോർട്ട് ബ്രേക്ക്. 29/7/1925. വെരി ഗുഡ്. 1925. 29/7/1925. ജൂലൈ 29 അല്ലയോ? ജൂലൈ 29. ഓക്കെ, അതൊന്ന് കൺഫേം ആക്കിയതാ. അപ്പൊ നമ്മള് ഇത് വെട്ടിക്കളഞ്ഞതിന് ശേഷം ഇപ്പൊ എത്ര വയസ്സായി അപ്പച്ചന്? 86. അല്ല 86. അമ്മ പറഞ്ഞല്ലോ 25 അല്ലയോ? 1900 എത്ര അപ്പച്ചന്റെ ഡേറ്റ് ഓഫ് ബർത്ത്? 29/7/1925. 1925. 84 വയസ്സായി. 84 ആയില്ല, 83. 82 വയസ്സായി. കറക്റ്റാണ്. ഓർമ്മശക്തി ബുദ്ധിശക്തിക്കൊന്നും ഒരു കുഴപ്പമില്ല. 83 വയസ്സാവുന്നതെങ്കിലും ഓർമ്മയ്ക്കൊരു കുഴപ്പമില്ല അപ്പച്ചൻ്റെ. നമ്മളൊന്ന് കൺഫേം ആക്കിയതാ. വീട്ടിൽ നമ്മൾ മുറികളിലേക്ക് പോവുകയാണ്. അപ്പച്ചൻ്റെ മുറി. ഇതൊരു മിറ്റമാണ്, ഒരു സൂപ്പർ മിറ്റമാണ്. ഇവിടെ കളിക്കാനും ഓടിക്കളിക്കാനും കൊച്ചുമക്കളൊക്കെ കളിക്കാനും ഞാനൊക്കെ കുറെ ഭയം വേണം. ഉരുണ്ട് കളിച്ച് കുത്തി മറിഞ്ഞൊരു സ്ഥലമാണ് ഇവിടെ. ഇതാണ് അപ്പച്ചൻ്റെ കട്ടിൽ. പഴയ കട്ടിലാണ്. അപ്പച്ചൻ്റെ മുറിയാണ് ഇത് ഫുള്ള്. ഇതാണ് എൻ്റെ കുളമ്മയുടെ റൂമാണ്. അതെ, ഞാൻ വിചാരിച്ച് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ പ്രിയക്ക് തടി കുറവായിരുന്നു. ഇപ്പൊ തടി കൂടിയത് കാരണം ഡ്രസ്സ് അങ്ങോട്ട് ഫിറ്റ് ആവുന്നില്ല. ഇനിയിപ്പോ തടി കുറയ്ക്കാനൊന്നും ഉദ്ദേശമില്ല, ഡ്രസ്സ് മാറ്റാന്നുള്ളതാണ് പ്രധാന ചടങ്ങ്. ഇതാണ് കൊണ്ടുവന്ന ഡ്രസ്സ്.
നല്ല സൂപ്പർ ഡ്രസ്. സൂപ്പർ ഡ്രസ്സാണ്. പക്ഷെ ഒരു 2 വയസ്സിന് മുമ്പ് ഇട്ടായിരുന്നെങ്കിൽ ശരിയായേനെ. ഇപ്പൊ ഇട്ടിട്ട് കാര്യമില്ല. ഇപ്പൊ ഇട്ട് കഴിഞ്ഞാൽ കീറിപ്പോവും. ഇതാണ് മെയിൻ റൂം. ഇതാണ് അമ്മയുടെ സമ്മാനമാണ്, ഈസ്റ്റർ സമ്മാനം. വലിയൊരു കയറ്റ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ആ മാറ്റിക്കോ. അത് പിടിച്ചോണ്ടിരിക്കുന്നത് പ്രിയ. ഞാനിവിടെ ബുക്ക് ഷെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ടൊക്കെയോ ബുക്കുകളും പേപ്പറുകളും ഒക്കെ ഉണ്ട്. ആരും വായിച്ചിട്ടില്ല. ഇതാണ് പുതിയ ഏഞ്ചലീനയുടെ ഓരോരോ കളിക്കോപ്പുകളാണ്. മയിൽപ്പീലിയൊക്കെ ഉണ്ട്. ഏഞ്ചലീനയുടെ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അതൊക്കെ നമ്മളിതൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നല്ല അടി കിട്ടും. അതുകൊണ്ട് അമ്മ എപ്പോൾ വന്നാലും പപ്പയെ വിളിക്കുന്ന ഈ ഫോണിൽ നിന്നാണ്. ഉടനെ ഇതെടുത്ത് ഈ ഫോൺ എടുത്ത് 2 കറക്ക് കറക്കിയിട്ട് അച്ഛാ ഞാനിന്ന് വരുത്തില്ല, നാളെ വരുത്തോളൂ അച്ഛാ എന്ന് പറയും. അച്ഛൻ പറയും എളുപ്പമാടി, ഇന്നിവിടെ എളുപ്പം ഇവിടെ വന്നോണമെന്ന് പറയും. യു അച്ഛാ ഇനിയിപ്പോൾ വണ്ടിയില്ല അച്ഛാ എന്ന് പറയും. ഫോൺ വെള്ളടിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലേക്കാ. യോ വേണ്ട, വിളിക്കണ്ട. അനുവുണ്ട് അവിടെ. ആ ശരി, ഞാനപ്പം ഈ പരിപാടി ഇതോടുകൂടി തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. യേശുവിന്റെ ഫോട്ടോ എടുത്ത് നമ്മളിവിടെ ഈ പരിപാടി തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. ഓക്കെ, നന്ദി, നമസ്കാരം.